ഞാൻ മിൻമിനി ചേച്ചിയുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷൻ ശരിക്കും നടത്തിയത് 4 ദിവസം കൊണ്ടാണ്. ഈ 4 ദിവസം കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ നിങ്ങൾക്ക് പലർക്കും കുട്ടികൾക്ക് പലർക്കും അറിയില്ലായിരിക്കും ഒരുപക്ഷെ മിൻമിനി ചേച്ചിയെ. പക്ഷേ പാട്ട് നിങ്ങൾക്കറിയാം, ചിന്ന ചിന്ന ആശ എന്ന് പറയുന്ന പാട്ട്, എ ആർ റഹ്മാൻ്റെ പാട്ട്. ഈ പാട്ട് ചേച്ചിയുടെ 182ാമത്തെ പാട്ടാണ്. ആക്ച്വലി നമ്മളൊക്കെ കരുതിയിരുന്നത് ചേച്ചിയുടെ ആദ്യത്തെ പാട്ടാണ് ചിന്ന ചിന്ന ആശയെന്നാണ്. സത്യത്തിൽ 182ാമത്തെ പാട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് പുറകോട്ട് രാജാ സാറിന് വേണ്ടിയിട്ടും എസ് എ രാജകുമാർ സാറിന് വേണ്ടിയിട്ടും കീരവാണി സാറിന് വേണ്ടിയിട്ടും ഈ വിദ്യാസാഗർ സാറിന് വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി പാടിയിട്ടുള്ള ഒരാളാണ് ചേച്ചി. അപ്പോൾ ആ പാട്ടുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പാട്ടുകളൊക്കെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേട്ടാൽ മാത്രം പോരാ, നമ്മളൊരു കാലഘട്ടത്തിൽ, ഒന്നാമത് ഞാൻ പാട്ട് കേൾക്കുന്ന ഒരാളല്ല കേട്ടോ, അത് കേട്ട് ഞെട്ടണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ പാട്ടിനെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂസിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടൊരു മനുഷ്യൻ പാട്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 182ാമത്തെ പാട്ടാണെങ്കിൽ അതിന് മുന്നോട്ടുള്ള പാട്ടാണ് ചേച്ചിയാക്കിയത്. ഈ റഹ്മാൻ സാറിൻ്റെ ചിന്ന ചിന്ന ആശയെ റെക്കോർഡ് ചെയ്തതിന് ശേഷം 8 മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി പാട്ട് നിർത്തി. അപ്പോൾ അതിന് മുമ്പാണ് ചേച്ചിയുടെ ഹിറ്റ് കാലഘട്ടം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പാട്ടുകൾ പോയിട്ട് മൊത്തം കേൾക്കുകയാണ്. കേട്ടിട്ട് അതിലൊരു 7-8 പാട്ട് എൻ്റെ തലച്ചോറിലെത്തുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ചേച്ചിയുടെ മുമ്പിലിരുന്ന് നമ്മളിതിപ്പോൾ പാട്ടറിയാമെങ്കിലും പാട്ട് മ്യൂസിക് ചേർത്ത് പാടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമുക്ക് സാവകാശം കിട്ടും. പക്ഷേ ഇതിൻ്റെ ലിറിക്സ് മാത്രം എടുത്തിട്ട് പറയണമെങ്കിൽ അത്രയും സാവകാശമില്ല. കടകടകടകടാന്ന് നമ്മൾ പറയണം, ഇല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും മെമ്മറി വർക്ക് ചെയ്ത് ഈ സാധനം കേട്ടാൽ മാത്രമേ നമുക്ക് വരുള്ളൂ. അതും ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ചേച്ചിയുടെ മുമ്പിലിരുന്ന് നമ്മളിങ്ങനെ മലയോര മാങ്കുരുവി മാവിലയിൽ പാട്ടെഴുതി പാടുതയ്യാ എന്നൊക്കെ പാടണം, എങ്കിലേ ചേച്ചി ഇമ്പ്രസ്ഡ് ആവുള്ളൂ. ആ ഇമ്പ്രഷനില്ലേ, ആ ഇമ്പ്രഷനാണ് ചേച്ചിയുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നതിൻ്റെ കാരണം. അതായത് ഞാൻ ചേച്ചിയെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് എന്ന് ചേച്ചിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നിടത്ത് ചേച്ചിക്ക് കുറച്ചുകൂടെ മനസ്സ് എന്താ വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ട് മനസ്സുകൊണ്ട് സംവദിക്കാൻ തോന്നും. ഇതാണ് ശരിക്കും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിൽ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്ക്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളെ വൃത്തിയായി മനസ്സിലാക്കുകയും പിന്നെ ആഴത്തിൽ ആ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിൽ ടൈം കൺസീവ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ടൈം എടുക്കും. അപ്പോൾ രാത്രി നമ്മൾ ചിലപ്പോൾ സമയത്തിന് ഉറങ്ങാൻ പറ്റില്ല, 2 മണി വരെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇതെല്ലാം ഇപ്പോഴും നമുക്ക് മൂഡിലിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൂഡ് കിട്ടുമ്പോൾ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ ഒരിടത്ത് തന്നെ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാലൊക്കെ വേദനിക്കുമായിരിക്കും. പക്ഷേ ആ കാല് വേദനയാണ് പിറ്റേ ദിവസത്തെ നമ്മുടെ സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വേദന മറികടക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ തവണയും മറികടന്നാൽ മാത്രമേ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂ ഹിറ്റായി കഴിഞ്ഞാൽ സക്സസ് ആവില്ല. ഓരോ പ്രാവശ്യവും നിങ്ങൾ ഓരോ തവണയും ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഒരാളിനെ നമ്മൾ ബഹുമാനിച്ചു എന്ന് കാണുന്നരുത്. ഇപ്പോൾ ബഹുമാനിക്കുന്ന കാര്യത്തിലാണല്ലോ ഞാൻ ഓവർ വിനയ കുനയൻ എന്നൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വിനയം എന്താണെന്ന് വെച്ചാൽ, പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ലെജൻസാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 1500 പാട്ട് എഴുതിയ മനുഷ്യൻ, ഒരു പാട്ടും എഴുതാത്ത ഞാൻ അയാളെ ബഹുമാനിച്ചില്ലെങ്കിൽ ഞാൻ എന്തൊരു മോശം മനുഷ്യനാണ്. അപ്പം 1500 പാട്ട് എഴുതിയ ഒരു മനുഷ്യനെ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ, എന്നാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചത്, ഇപ്പോൾ റഫീഖ് സാറിനോട് ഞാൻ പോയി തമാശയ്ക്ക് ചോദിക്കുന്നത്, സാറേ കൽബിലെത്തിയതാണോ അതേ കൽബിലെ തീയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇതാണോ വലിയ വിഷയം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കടന്ന് ചോദിക്കും. ഇപ്പോൾ കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നുപോയി വളകൾ ഊർന്നു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ശരിയാണ്, അവളുടെ പ്രേമം വിരഹമാണ്, വിരഹത്തിൽ എങ്ങനെയാണ് ഈ മെലിഞ്ഞിട്ട് വളകളൊക്കെ ഊർന്നു പോവും, അങ്ങനെ ഒരു അവസ്ഥയിലെത്തും, മെലിഞ്ഞു പോവും. കാരണം അത്തരം വിരഹം സഹിക്കാൻ പറ്റില്ല. അത് നന്നായിട്ട് വിരഹം അനുഭവിച്ചിട്ടുള്ളവർ, ഇപ്പോഴത്തെ സാധാരണഗതിയിലുള്ള ഓവർകം ചെയ്യാൻ പറ്റുന്ന ബ്രേക്കപ്പ് അല്ല കേട്ടോ, അത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള, അറിവില്ലാത്ത പ്രണയത്തെ ബ്രേക്കപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു പെൺകുട്ടിയുടെ പ്രണയമാണ്. അതുകൊണ്ട് അവൾ കാത്തിരുന്ന് പുഴ മെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നുപോയി വളകൾ ഊർന്നു പോയി, അത്രയും മെലിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനിടയ്ക്ക് 2 വരികളുണ്ട്, 2 വാക്കുകൾ, പുഴ മെലിഞ്ഞു കടവൊഴിഞ്ഞു എന്ന് സാർ എഴുതി.
അപ്പം ഞാൻ ചോദിച്ചു, ഈ പുഴ മെലിയുന്നതും കടവൊഴിയുന്നതും ഒക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാരിസ്ഥിതികമായ യാഥാർത്ഥ്യവും ദുഃഖവും ഒക്കെയാണ്. അതൊരു ഇങ്ങനെയുള്ളൊരു പ്രേമപ്പാട്ടിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു പാരിസ്ഥിതികമായ യാഥാർത്ഥ്യത്തെ അതിനകത്ത് കൊണ്ടുവന്നതല്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇത് രജനീഷ് പറയുമ്പോഴാണ് ഞാൻ അറിയണേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ചില കാര്യങ്ങൾ നമുക്ക് പാരിസ്ഥിതികമായ ബോധമോ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടാവും. അതൊരു കവി എവിടെയോ എഴുതി കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കും. ചില സ്ഥലത്ത് ഇതൊക്കെ ശരിയാവും, ചില സ്ഥലത്ത് ശരിയാവില്ല.